ഹലോ ഫ്രണ്ട്സ്, ചില ആളുകളൊക്കെ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞുകൊണ്ട് അവരെ തളർത്തിക്കൊണ്ടിരിക്കും. പലർക്കും പല കുറവുകളുണ്ടായിരിക്കും. പക്ഷെ അത് അവരെ കൂടുതൽ കൂടുതൽ ഓർമ്മിപ്പിച്ചിട്ടും അത് പറഞ്ഞവരെ വേദനിപ്പിച്ചിട്ടും സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ കാഴ്ചയിലുള്ള ലുക്കിനെ കുറിച്ചായിരിക്കാം, നമുക്ക് മറ്റ് ഉള്ളവരെ പോലെ എന്തെങ്കിലുമൊക്കെ ചില കുറവുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പറഞ്ഞ് നമ്മളെ കുത്തിനോവിക്കാൻ മാത്രം ആ ഒരാളുടെ ലൈഫിൽ എന്താവും അവസ്ഥ? എല്ലാവർക്കും എല്ലാവരെ പോലെയുള്ള കഴിവുകളൊന്നും ഉണ്ടാവില്ല. പലരും പല കാര്യങ്ങളിലും പല പോലെയാണ്. ഒരാൾക്കും മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിച്ചാൽ ആവാനും പറ്റില്ല. നമുക്ക് നമ്മളുടേതായ കുറേ കഴിവുകളും കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. നമ്മളായി നിലനിർത്തുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയല്ലേ. എല്ലാം മറ്റുള്ളവരെ പോലെയാണെങ്കിൽ നമ്മൾ ഞാനായിട്ട് ജീവിക്കുന്നവരെന്തർത്ഥം എന്നുള്ള ഒരു ചോദ്യമല്ലേ ഇവിടെ വരിക. ചിലർക്ക് അങ്ങനെയാണ്, മറ്റുള്ളവരെ കുറവുകളൊക്കെ പറഞ്ഞിട്ട് അവരെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ കുറവുകൾ പറഞ്ഞ് കുത്തി നോവിക്കുമ്പോൾ എന്താണ്, ആ വ്യക്തി അവരുടെ മാനസികമായ അവസ്ഥയൊക്കെ എന്താണ്, അവർ അതിനെക്കുറിച്ച് ആലോചിച്ച് അവർക്ക് ഭയങ്കര സങ്കടവും ടെൻഷനൊക്കെ ആയിരിക്കും. അവരെന്നത് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്തിനാണ് അവരത് പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഒരാളെ ജീവിതത്തിൽ തളർത്താൻ ഇതിലെ അപ്പുറം മറ്റൊരു കാര്യമില്ല. നമ്മുടെ കുറവുകൾ പറയുമ്പോൾ തന്നെയാണ് നമ്മൾ ഏറ്റവും തളർന്നു പോണത്. ഇതുപോലുള്ള നല്ല വാക്കുകൾ പറഞ്ഞാൽ ഒരാളെ എത്ര ഉയരങ്ങളിൽ വരെ വേണമെങ്കിലും എത്തിക്കാനും പറ്റും. ചിലരുടെ വാക്കുകൾ കൊണ്ടാണ് ചിലരൊന്നും അല്ലെങ്കിലും കൂടി എവിടെയെങ്കിലുമൊക്കെ എത്താൻ ശ്രമിക്കുന്നത്. അവരവരുടെ കഴിവുകളെ ഉള്ളതിലും കൂടുതൽ വർണ്ണിച്ചിട്ടും അല്ലെങ്കിൽ ഏതാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള അവരെക്കുറിച്ചുള്ള നിന്നെ കൊണ്ടത് പറ്റും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റുമെന്ന് പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ചെയ്യാൻ കഴിയണില്ലെങ്കിലും കൂടിയിട്ട് ആ കാര്യം ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു ബോധം നമ്മുടെ ബോധ മനസ്സിൽ തന്നെ രൂപപ്പെടുകയാണ്. ഈ തളർത്തൽ വരുമ്പോഴും അതുപോലെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നടത്തണം എന്ന് നമ്മൾ ചെറുതായിട്ടെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തളർത്തൽ കാരണം എന്താണ്, അത് ചെയ്യാനെ കൊണ്ട് പറ്റില്ല, എനിക്ക് അവിടെ ചെയ്താൽ ഞാൻ ശരിയാവില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെയല്ലേ, എൻ്റെ രൂപം അങ്ങനെയല്ലേ, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇതല്ലേ എന്നൊക്കെ മറ്റുള്ളവർ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി മോശമായിട്ടാണ് സംസാരിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ അത്രയും അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ അവരെ കൊണ്ട് ഉള്ളത് ചെയ്യാൻ കഴിയുന്ന കഴിവും കൂടി ഇല്ലാണ്ടായി തീരും. ഒരാളെ തളർത്താൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അവരോട് മോശമായിട്ട് അവരെക്കുറിച്ച് തന്നെ മോശമായിട്ടാണ് സംസാരിക്കുക. നിന്നെന്തിന് കൊള്ളാം എന്ന് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നൊന്നും പറയണ്ട. ഒരാളെ വളർത്തുന്നതും ഒരാളെ തളർത്തുന്നതും ഒക്കെ മറ്റുള്ളവരുടെ വാക്കുകൾ ഭയങ്കരമായിട്ട് അത് ഇൻസ്പയർ ചെയ്യും. ചിലർ പിന്നെ ആരെന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ടൊന്നും ബാധിക്കില്ല. ചിലർക്ക് ചിലരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തളർന്നു പോണ ആൾക്കാരുണ്ട്. നമുക്കൊരാളെ എത്രത്തോളം ഉയരങ്ങളിൽ എത്തിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ള കഴിവുകളെക്കാളും കുറച്ചും കൂടി അത് വർദ്ധിപ്പിക്കണമെങ്കിലൊക്കെ അവരെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കാം. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായി എന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്ക് കാണിക്കാം. നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നമുക്കും കൂടെ സന്തോഷിക്കാനും അതിൽ പങ്കാളികളാവാനൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഗ്രാഫിനെ ഉയർന്ന് പോകും. എപ്പോഴും നമ്മൾ ആരെന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പോഴാണ് അവർക്ക് ഉള്ളതിനേക്കാളും അവർ കുറച്ചും കൂടി ആ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുള്ളൂ. അവർക്ക് അത് ചെയ്യണം എന്നുള്ളൊരു കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ആ കാര്യത്തിലേക്ക് അവർ എത്തും ചെയ്യും. എല്ലാ കാര്യങ്ങളെയും കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം കുറച്ചൊക്കെ മനസ്സുകൊണ്ട് കൂടി കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാം നമ്മുടെ കണ്ണിലൂടെ മാത്രം നോക്കി കാണുമ്പോൾ നമുക്ക് എല്ലാം ശരിയൊന്നും ആവില്ല. പലരുടെയും മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് അവരുടെ നന്മയൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. പലർക്കും പറ്റുന്ന പല അബദ്ധങ്ങളും പറ്റുന്നതൊക്കെ അങ്ങനെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്ന കാര്യങ്ങളിൽ അങ്ങോട്ട് വിശ്വസിക്കും. അവരുടെ മനസ്സിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോഴാണ് അവരാരാണ്, എന്താണ്, അവരുടെ യാഥാർത്ഥ്യം എന്താണ് എന്നെല്ലാം കാര്യങ്ങളും കുറേ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പലരെക്കുറിച്ചും പലരും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതങ്ങോട്ട് വിലയിരുത്താൻ പോയി കഴിഞ്ഞാൽ അതൊന്നും ആയിരിക്കില്ല ശരി. അതിൻ്റെ യഥാർത്ഥ സത്യവും കാരണമൊക്കെ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്താണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർ എന്താണ് കാണുന്നത് വെച്ചാൽ അതല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ.
പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ നമുക്ക് പല അഭിപ്രായങ്ങളും പറയാൻ പറ്റും. ഓരോരുത്തരുടെ കാര്യങ്ങളിലും നമുക്ക് പല അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതുമായ ഒരു കാര്യമാവില്ല അതിനുള്ളിലുള്ള സത്യം. നമ്മൾ പലപ്പോഴും ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ്. മറ്റൊരാളുടെ ഒരു നേട്ടത്തിലും നമ്മളൊരു അഭിനന്ദനം അറിയിക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ല. ആർക്കെന്ത് നേട്ടം കാണുമ്പോഴും അത് നന്നായി അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ളൊരു അഭിനന്ദനം അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. അവർക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടണേക്കാളിലൊക്കെ താല്പര്യമാവും നമ്മളുടെ ഒരു മനസ്സ് തുറന്നുള്ള ഒരു അഭിനന്ദിക്കൽ, ഒരു ചേർത്ത് നിർത്തൽ. അതൊക്കെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഓൺ ഫാമിലിയിലുള്ളവരോ ആരാണെങ്കിലും അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം, നമുക്കും കൂടി സന്തോഷമുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുമ്പോൾ അവർക്കുണ്ടാവണ അതിൻ്റെ സംതൃപ്തി എത്രയാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു കാര്യത്തിനെയും വിലയിരുത്താൻ പോകാൻ. നമ്മൾ പാതി കാര്യങ്ങൾ കേൾക്കും, പാതി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ആരെങ്കിലും പറഞ്ഞറിഞ്ഞതാവും. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും സത്യമാണെന്ന് വിശ്വസിക്കരുത്. പല തെറ്റിദ്ധാരണകൾക്കും പല പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണ്? ഇത്തരം നമ്മൾ പാതി കേട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് പല തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്നത്. ഒരു ചിരി കൊണ്ടാണ് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് വെച്ചാൽ അത് നമ്മൾ ചെയ്യാൻ മടിക്കരുത്. കാരണം നാളെ ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ചിരിക്കാൻ നമ്മളുണ്ടാകുമെന്നോ ആ ചിരി ഏറ്റുവാങ്ങാൻ അവരുണ്ടാകുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. ആരെയും സങ്കടപ്പെടുത്തുന്ന വാക്കുകളൊന്നും പരമാവധി സംസാരത്തിനിടയ്ക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്നതും വിഷമമുണ്ടാക്കുന്നതുമായ സംസാരമൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. എപ്പോഴെങ്കിലും നമ്മൾ ഓരോ വ്യക്തികളെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നാവില്ല. നമ്മൾ എപ്പോഴെങ്കിലും കാണുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ അപ്പോൾ അവരൊരു പുഞ്ചിരി കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ ഒക്കെ നമ്മൾ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഏറ്റവും വലുത്. നമ്മുടെ മാനസിക സന്തോഷം തന്നെയാണ് ഏറ്റവും വലുത്. ഇന്നത്തെ ജീവിതത്തിൽ എന്ത് നേടി എന്ന് ചോദിച്ചാൽ മനസ്സമാധാനവും സന്തോഷവും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേടേണ്ട ഒരു കാര്യം. ബാക്കി എന്ത് നേടിയിട്ടും നമുക്കൊരു മാനസിക സംതൃപ്തി അല്ലെങ്കിൽ ഒരു മനസ്സുഖം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആരെയും അകാരണമായി കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ കുറച്ച് കാണുകയൊക്കെ ചെയ്യാതിരിക്കുക. കാരണം അകാരണമായി കുറ്റപ്പെടുത്തുമ്പോഴും അവരുടെ മനസ്സിലുണ്ടാവുന്ന വേദനയുടെ ആഴം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല, നമുക്ക് മനസ്സിലാവില്ല. അത്തരം ഒരു കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഒരു തളർത്തലുകളൊക്കെ നമ്മൾക്ക് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ വേദനയും അതിൻ്റെ കാഠിന്യമൊക്കെ മനസ്സിലാവുക. ഏതൊരാളും എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? സന്തോഷമായിട്ടിരിക്കാൻ. അത്തരമൊരു സന്തോഷം നമുക്കൊരു അല്പനേരത്തേക്കെങ്കിലും ഒരാൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു വിജയം തന്നെയാണ്. ഏതൊരു സംഭാഷണത്തിനിടയ്ക്കാണെങ്കിലും സംസാരത്തിനിടയ്ക്കാണെങ്കിലും ഒക്കെ നമ്മൾ പരമാവധി സന്തോഷം നിലനിർത്തിയിട്ടുള്ള സംസാരങ്ങളാവാൻ പരമാവധി ശ്രമിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് നമ്മൾക്ക് ആ ഒരു സന്തോഷം കളയുന്ന സംഭവത്തിന്. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് ഭംഗിയായിട്ടും സന്തോഷമായിട്ടും കൊണ്ടുപോകാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. ജീവിതം നമ്മുടേതാണ്. അത് മറ്റൊരാളും അതിൽ സന്തോഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളാണത് എങ്ങനെ വേണം ഏതുപോലെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്കല്ലേ അത് എങ്ങനെ വേണം എന്നുള്ളത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് നമുക്ക് തന്നെയല്ലേ. അപ്പോൾ നല്ല വഴിക്കാണെങ്കിലും സന്തോഷം എന്ന് പറഞ്ഞാണെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞ ഒരു ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ ആഗ്രഹിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.